शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो സാമഗ്രിയാണ്. ഭഗവതി ഇരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇത് സൂപ്പർ പവറുള്ള ക്ഷേത്രം കേട്ടോ. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നേക്കാളും അപ്പുറമുള്ള അത്ര ചൈതന്യമുള്ളതാണ്. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുടെ പെരുമാറ്റവും അവരെ സ്നേഹവും ഒന്നും വേറെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഇതുപോലുള്ള ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോകേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഫലം ഉണ്ടാവും. ഇങ്ങനെയുള്ള ക്ഷേത്രം, ഈ ധാർഷ്ട്യം കാണിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്, അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് അല്ലാണ്ട് പോസിറ്റീവ് ഒരിക്കലും കിട്ടില്ല. അപ്പം ഇതുപോലുള്ള സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളിലേക്ക് അവരൊരിക്കലും നമ്മളോട് ധാർഷ്ട്യം കാണിക്കില്ല. കാരണം ഭഗവാനെ തൊട്ടറിയുന്നവരാണ് ഇവർ. ഭഗവാനെ തൊട്ടറിഞ്ഞതുകൊണ്ട് അവരൊരിക്കലും അവരെ വായിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കുകളും വരില്ല. മനസ്സിലായില്ലേ?
ഇത് ക്ഷേത്ര വഴിപാടിൻ്റെ ഇതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഫോൺ നമ്പറും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ബോട്ടിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കേട്ടോ, ഭഗവാന്റെ എന്ത് പേരെന്താ? മുരളീധരൻ. എവിടെയാണ് വീട്? ചെറുക്കൽ കോവിലത്തിനടുത്താണ് അല്ലേ? അല്ലേ, കടലായമ്പലത്തിനടുത്ത് അല്ലേ? ഇവിടെ കുറേ വർഷമായ 30 കൊല്ലമായി. ഈ എൻ്റെ അമ്മ അപ്പം ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളാണ്, വെറുതെ അല്ല പോകാൻ പറഞ്ഞത് അല്ലേ? അപ്പം അത് നിങ്ങൾ കത്തിച്ചതിൻ്റെ ചൈതന്യം ഇവിടെ ഉണ്ട്, കാണാനുണ്ട്. നിങ്ങളെ മനസ്സറിഞ്ഞാൽ കത്തിക്കുന്നത് മനസ്സിലായിട്ടുണ്ട്. നമ്പീശം കൂടി എന്താ പേര്? സജീവൻ. സജീവൻ. ഈ ക്ഷേത്രത്തിൻ്റെ ക്ലർക്കാണല്ലേ? അപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ വഴിപാട് മഹാദേവൻ എന്താ ചെയ്യല് ഇവിടെ? ജലധാര, പിന്നെ മൃത്യുഞ്ജോമം, ഒരു ദിവസത്തെ പൂജ, ശിവപൂജ, രുദ്രാഭിഷേകം, പ്രദോഷ പൂജ, ഇതൊക്കെയാണ് അല്ലേ? നമ്മളിപ്പം പുറമേ നിന്ന് കേട്ടിട്ടുണ്ട് ധാരാളം പെൺകുട്ടിയൊക്കെ മംഗല്യ സൗഭാഗ്യം ഇവിടെ വന്നിട്ടുണ്ടായിട്ടുണ്ട്, സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, പല കഷ്ടദുഃഖങ്ങളും രോഗങ്ങളും മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ജോലി ചെയ്യാൻ തുടങ്ങി 8 വർഷത്തോളമായി അല്ലേ? അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ഭഗവാനെ പറ്റിയിട്ടുള്ളത് അല്ലേ? ഇവിടെ അന്നദാനം ഉണ്ടോ? എല്ലാ മലയാള മാസം തിരുവാതിര നാളിലാണ് പ്രാധാന്യം അല്ലേ? അപ്പോൾ മലയാള മാസം, അതെ, മലയാള മാസം തിരുവാതിര നാളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് പ്രസാദ ഊട്ടും കൂടി. ശരിക്കും പറഞ്ഞാൽ അന്നദാനം പറയരുതെന്നാണ്. അന്നം ദാനമായിട്ട് ആർക്കും നൽകുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് പറയാം. പ്രസാദ ഊട്ടുന്നാണ് പറയാം. അപ്പോൾ ഭഗവാന്റെ പ്രസാദം ഊട്ടുക. അതെ, പ്രസാദം ഊട്ടുന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അന്നദാനം എന്ന് പറയുമ്പോൾ അതൊരു മോശമായ വാക്കുകളിലേക്കൂടെയാണ് പോകുന്നത്. അത് തിരുത്തി. അപ്പോൾ അത് തിരുത്തിയിട്ട് അത് അന്നദാനം എന്ന് പറയരുത്. ഭഗവാന്റെ പ്രസാദ ഊട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഭഗവാൻ കഴിച്ച നൈവേദ്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഇത് ക്ഷേത്രത്തിലെ ഫോൺ നമ്പർ അല്ലേ ഇത് ഈ കാണുന്നത്? അതെ, പറഞ്ഞിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിലെ ഫോൺ നമ്പറാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എത്ര മണിക്കാണ് നട തുറക്കാറ്? അത് ഞാൻ ശാന്തിയോട് ചോദിച്ചോളാം. എന്നാലും നിങ്ങളോട് ചോദിക്കുന്നത് രാവിലെ 5 മണി, 11 മണി, വൈകുന്നേരം 5:30, 8 മണി. 8 മണി അങ്ങനെയാണല്ലേ? ബാക്കി വിശേഷ വിവരങ്ങൾ ശാന്തിയോട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഇവിടുത്തെ മേൽശാന്തി ആരാ ശരിക്കും പറഞ്ഞാൽ? വാസുദേവൻ, പടിഞ്ഞാറ്റിലും. പിന്നെ അത് കീഴ്ശാന്തി ഉണ്ടോ? പുതുമനയിൽ ദാമോദരൻ. പിന്നെ ഇതിൻ്റെ തന്ത്രി ആരാ ശരിക്കും? തൃപ്പിയാർ, തരണേലൂർ, പടിഞ്ഞാറമരക്ക് പൽപ്പനാവ് നമ്പൂതിരിപ്പാടാണല്ലേ? എന്തായാലും ഇപ്പം പുറമേ ദേശത്തു നിന്നെല്ലാം വഴിപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ അക്കൗണ്ടോ എങ്ങനെയെല്ലാം ചെയ്യാം? അക്കൗണ്ട് നമ്പറും ഉണ്ട്, ദേവസ്വം അക്കൗണ്ട് നമ്പർ ഉണ്ട്. അതെ, അതൊന്ന് എനിക്ക് ഫോട്ടോ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു തരണം. ഈ നമ്പറാണ്. അത് നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റും? ഇന്ത്യക്ക് പുറത്ത് വിദേശത്ത് നിന്നെല്ലാം പറഞ്ഞോളൂ. 8281633907. എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ അക്ലിയത്ത് ശിവക്ഷേത്രം, അഴീക്കോട്. ഇതിൽ വിളിച്ച് ചോദിച്ചാൽ അദ്ദേഹം ഇതിനുള്ള വഴിപാടിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സൗകര്യം ചെയ്തു തരും അല്ലേ? സ്കാനർ. ആ സ്കാനിങ് ഒന്ന് എടുത്തുതരും, ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ QR കോഡാണ്. അപ്പം നിങ്ങൾ വഴിപാടിനെന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ QR കോഡ് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്ത് വഴിപാടാണെന്ന് വെച്ചാൽ അത് ഇവിടെ ഓഫീസർ ക്ലർക്കിനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ QR കോഡിൽ നിങ്ങൾ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഇവിടെ ചെയ്യും. ചിലവട്ടൊക്കെ ചെയ്യുമെന്ന് ഇവിടെ. അതെ, റെസീറ്റ് അടക്കം ഇവർ അയച്ചു കൊടുക്കും. വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ അതെ, അതും ചെയ്യും. പിന്നെ നിങ്ങളെ പ്രസാദം നമ്മൾക്ക് ഓൺലൈനിൽ അയച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് അയക്കുവാണെങ്കിൽ നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുന്നുണ്ട് അല്ലേ? ബാംഗ്ലൂരും മംഗലാപുരം അങ്ങനെ അയക്കുന്നുണ്ട് അല്ലേ? അപ്പം നിങ്ങൾക്ക് പോസ്റ്റ് വഴി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ വേണ്ടിക്കും പ്രസാദം ചെയ്യും. പോസിറ്റീവ് എനർജിയുള്ള അഴീക്കോട് എന്ന ദേശത്തുള്ള മഹാശിവനാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ചരിത്ര ഐതിഹ്യങ്ങളിൽ നമുക്ക് കുറച്ച് മുമ്പിട്ട് നിങ്ങളെ ബാലകൃഷ്ണേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അതുമല്ല, നിങ്ങൾ നേരിട്ട് വന്ന് കാണുന്നത് തന്നെ ഏറ്റവും ഉത്തമം അല്ലേ? അപ്പം ഭഗവാനെ നിങ്ങൾ വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇവിടുത്തെ ചൈതന്യം പറഞ്ഞാൽ മനസ്സിലാവും. ഗുരുജി ഇതിലെ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് വ്യക്തമാവണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വന്ന് നേരിട്ട് കാണുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. കാരണം ഇവിടുത്തെ ട്രാൻസ്ഫോമർ പവർ അത് ഒരിക്കലും പറഞ്ഞിറക്കാൻ കഴിയില്ല. ഏറ്റവും വോൾട്ടേജ് കൂടുതലുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. കാരണം ഇതൊരു അമ്മേൻ്റെ ഭാഗ്യമാണ് ഇവിടെ ചുറ്റുവിളക്കുകൾ. നിങ്ങളെ ഭാഗ്യമല്ലേ? വാ, അങ്ങോട്ട് വാ. എന്താ ഭഗവാൻ അതിന് മുമ്പേ നിങ്ങളെ കൂടി കരുതിയിട്ടില്ലേ? ചുറ്റുവിളക്കോട് കൂടി നിങ്ങളെ കാണിച്ചു കൊടുക്കുക. എന്താ മോൻ്റെ എന്തോ വിശേഷങ്ങളാ? അതന്നെയാ പറഞ്ഞത്. മോൻ്റെ വിശേഷം എന്തോ ആയിക്കോട്ടെ, ഭഗവാനെ തന്നല്ലോ. ഭഗവാൻ തന്നു. അതന്നെ. ഭർത്താവ് ആദ്യം പുറത്തായിരുന്നു. ഇപ്പം കാലെല്ലാം കൊറോണ വന്നിട്ടെല്ലാം ഷുഗർ കൂടുതലായിട്ട് കാല് കട്ടിങ് ആണ്. അതെയാ, അത്ര ബുദ്ധിമുട്ടായിപ്പോയി അല്ലേ?
മോനെന്താ ജോലി കിട്ടിയിട്ടുള്ളത്? മോനിപ്പോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. സാരില്ല, എന്തായാലും ഭഗവാൻ ഇത് പ്രൈവറ്റ് ആണോ അല്ല ഗവൺമെന്റ് ആണോ? കമ്പനിയാണ്. ആ, എവിടെയാ കിട്ടിയിട്ടുള്ളത്? എവിടെയാ കിട്ടിയിട്ടുള്ളത്? ഇവിടെ കേരളത്തിൽ തന്നെയാണോ? അല്ല ദുബായ് അജ്മാനിലാണ് ഉള്ളത്. ഓ, സന്തോഷം. അപ്പോൾ ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതാണോ? അതെ അതെ അതെ. പിന്നെ അതുകൂടാണ്ട് എല്ലാ മാസവും ജലധാര മോന്റെ നക്ഷത്രത്തിൽ ഇവിടെ വന്ന് പിരിവിളക്കും പൂവളമാലി ഒരു 1-2 വർഷങ്ങളായി ഞാനിത് ചെയ്തു. മോന്റെ നക്ഷത്രം എന്താ? മകീര. ഇന്ന് മകീര ഓ, നക്ഷത്രം. നന്നായി. ഇന്ന് ആ നക്ഷത്രത്തിൽ മംഗല്യം കഴിഞ്ഞു മോന്റെ? ഇല്ല, 28 വയസ്സ് അത്രേ ആയിട്ടുള്ളൂ അല്ലേ? കല്യാണം കഴിഞ്ഞു. ആ, കല്യാണം. അതെ, എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഇനി അവനിലേക്ക് കൂടി നിങ്ങളെ കഷ്ടവും വിഷമെല്ലാം തീരണം. ഉയർച്ച ഉണ്ടാകണം, അത് ദേവനോട് പ്രാർത്ഥന. അതാവും, അത് ഭഗവാൻ ആക്കി തരുത്തല്ലേ. അപ്പം ഇവിടുത്തെ അപ്പൻ നിങ്ങൾക്ക് ഇത്ര ചെയ്തു തന്നില്ലേ? ഓ, ഇന്ന് മഴയായിരിക്കും. ഇന്നലെ ഞാൻ അത് നമ്മൾ വരുന്നോണ്ട് മാറ്റി തന്നത് അതേക്കാലം നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാർ എന്നോട് പറഞ്ഞു മഴയാ. ഞാൻ പറഞ്ഞില്ല, ദൈവം നമ്മളെ കൂടെ ഉണ്ടാവും. അതുണ്ടാവും, അത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ വരില്ലല്ലോ അല്ലേ ആ സമയത്ത്. 2 നേരം ഞാനത് വിളക്ക് കത്തി ശിവനെ ജപിച്ചതിന് ശേഷം മറ്റുള്ള ദൈവങ്ങളെ ഞാൻ തൊഴാറുള്ളൂ. പക്ഷെ ആ ഭഗവാൻ തന്നെ ഇതിപ്പോ ലോകം മുഴുവൻ കാണാനല്ലേ പോകുന്നത്. നിങ്ങളെ മോനും കൂടി അയച്ചു കൊടുക്കാനാ പോകുന്നത് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്. അതാണ്. എന്തായാലും സന്തോഷമായി. പേര് പറയും? ശോഭന അല്ലേ? ഒന്നും ജോലി ചെയ്യുന്നുണ്ടോ? അല്ല, ഞാൻ ഗവൺമെന്റ് ആസ്പത്രി, കണ്ണൂർ ജില്ലാ ആസ്പത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു. ഏപ്രിൽ 30 റിട്ടയർമെന്റ്. അപ്പോൾ നല്ല നമസ്കാരം. ശരി, ഓർമ്മ റിട്ടയർ ആയി. അതെയാ? അടുക്ക. എന്താ പേര്? ഈശ്വരനാഥ്. എവിടെയാ സ്ഥലം? ഇല്ലാത്തറക്ക് എവിടെ? അവിടെയാണുള്ളത് അല്ലേ? അപ്പോൾ അവിടുന്ന് ഡെയിലി വരുത്താണോ? അല്ലേ, താമസിക്കുന്നത് അല്ലേ? എന്തായാലും ഭഗവാനെ സേവനം ചെയ്യാൻ നിങ്ങൾക്ക് ലഭിച്ചതിന് മലയാറാ നമ്പീശനാണ് അല്ലേ? അലങ്കാരത്തിന്. അതെ. അപ്പോൾ നിങ്ങൾക്കത് സാധിച്ചതിന് വളരെ സന്തോഷം. ഭഗവാൻ നിങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയല്ലോ അല്ലേ? അപ്പോൾ നല്ല നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് ദാമോദരൻ. എവിടെയെല്ലാം? അതെയാ, പൂതപ്പാറ അല്ലേ? അടുത്തായിട്ട് വരും അല്ലേ? പിന്നെ നമുക്ക് അറിയാനുള്ളത്, ഇവിടെ എത്ര മണിക്കാണ് നട തുറക്കാറ്? രാവിലെ 5 മണിക്ക്. എന്നിട്ട് എത്ര മണിക്ക് അടക്കുക? 11 മണി വരെ അല്ലേ? വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെ. അപ്പം ദൂരം നിലം വരുന്ന കൂട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ കുറച്ച് സമയം കൂടി. അല്ല, ഇത് ദേവസ്വം ബോർഡ് നമ്പർ ആയതുകൊണ്ട് അങ്ങനെയല്ല, ഒരു ബസ് നിരയിൽ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ സമയം 11 മണിയല്ലേ? അതിനിടയിൽ വന്ന് വിളിച്ച് പറഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് സമയം നിൽക്കും ചെയ്യും അല്ലേ? അതാ പറഞ്ഞത്. പിന്നെ ഇവിടെ വിശേഷാൽ പൂജ എപ്പാന്ന്? പൂജ ഒന്ന് തിരുവാതിരയൊക്കെ. പിന്നെ നമ്മൾ ഉത്സവം കൊടിയേറിയുടെ ഉത്സവം, പിന്നെ ആരാധന, നെയ്യാട്ട മഹോത്സവം. പിന്നെ ഇവിടെ നമ്മുടെ കാര്യസാധ്യം ആയിക്കഴിഞ്ഞാൽ ചുറ്റുവിളക്കാണോ ഇവിടെ? ചുറ്റുവിളക്കോടുകൂടി നിർമ്മാല അല്ലേ? അതാണ്. അത് ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ എത്ര ചാർജും കാര്യങ്ങളും അവർ പറഞ്ഞു തരും അല്ലേ? അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ ഇവിടുന്ന് നമ്മളെ ദേശത്ത് തന്നെ അധികാരിക്ക് അറിയാതുകൊണ്ടിരിക്കുന്ന പുറത്തൊക്കെ ഗണപതി ഹോമത്തിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോകാൻ പെർമിഷൻ ഉണ്ടോ? പോകാറുണ്ടോ? പോവാ അല്ലേ? അപ്പോൾ നിങ്ങളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും നിങ്ങൾ എത്തിച്ചേരും അല്ലേ? ഒന്ന് നമ്പർ പറയുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. 94 46 65 13 70. ഇത് കണ്ണൂർ ജില്ലയിലെ കൂട്ടർക്ക് വേണ്ടിയിട്ടാണ്. കണ്ണൂർ ജില്ലയിലെ കൂട്ടർക്ക് നമ്മൾ അക്കിളിത്ത് അമ്പലത്തെ പിന്നെ കീഴ്ശാന്തി അല്ലേ? അതെ, കീഴ്ശാന്തിയാണ് അദ്ദേഹം. ഈ ഗണപതി ഹോമം പിന്നെ വേറെ എന്താ ചെയ്യാറ്? സുദർശന ഹോമം ചെയ്യാറുണ്ട്. എല്ലാ പൂജക്കും അല്ലേ? എല്ലാ പൂജക്കും അക്കിളിത്ത് അമ്പലത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും കേട്ടോ. ചെയ്തു തരും. അതെ അതെ. ആരെങ്കിലും അവർ അതിനുള്ള വഴിയും ആക്കി തരും. അതെ അതെ. വലിയ പൂജകൾക്കാണെങ്കിൽ അവരെന്നെ വരേണ്ടി വരും അല്ലേ? പിന്നെ അത് എത്ര ആളെന്ന് കണക്കുണ്ട്. ഇനി ഗണപതി ഹോമാണെങ്കിലും ഇത്ര തേങ്ങാന്നും കണക്കുണ്ട് അല്ലേ? ചെയ്യല്ലോ. അതെ അതെ. ബാലഗണപതി ചെയ്യല് അല്ലെങ്കിൽ സാധാ നിങ്ങൾ. പിന്നെ എനിക്ക് ഒന്നും കൂടി അറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അഷ്ടദ്രവ്യ മഹാഗണപതി നമ്മൾ ചെയ്യാറുണ്ടോ? അത് ചെയ്യാറുണ്ട്. ആ അതെ അതെ, അത് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞ സന്തോഷം. പേര് കൂടി പറയും. പുതുവയില്ല. നല്ല നമസ്കാരം. പേര് പറ. എൻ്റെ പേര് സുജിത്ത്. ഇവിടെ തന്നെയാണല്ലേ? ഇതിൻ്റെ പരിസരത്ത് തന്നെ താമസിക്കുന്നു അല്ലേ? അങ്ങോട്ട് പേര് പറയും. കരുണാകരൻ. ഈ ദേശത്തന്നെ പേര് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നല്ല നമസ്കാരം. ക്ഷേത്രമായിട്ട് ബന്ധമുണ്ടോ? ദേശവാസിയാണെന്ന് മാത്രം അല്ലേ? അല്ലേ?